എന്നെ ദേവേട്ടൻ നോക്കിക്കോളും. ദേവേട്ടന്റെ സ്ഥാനത്ത് അജയേട്ടൻ ഊർമിളയെടുത്തും പോയാൽ മതി. അമ്മയും ഇന്ദുമ്മയും എവിടേക്ക് വരുന്നുണ്ടല്ലോ. അവിടെ നടക്കാനുള്ളതൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ നടക്കട്ടെ. ശരി അടുത്തേ, വൈദേഹി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ വൈദേഹിയും കൊണ്ട് പോയിക്കോളാം. ഊർമിളടുത്തി അജയേട്ടനും ഉണ്ടല്ലോ. ഞങ്ങളവിടെ ഇല്ലെങ്കിലും അത് വലിയ കാര്യമൊന്നുമല്ല. ആ അപ്പൊ നിങ്ങൾ ചെല്ല്. എന്തു പറയുന്നു ഊർമിളടുത്തി? വിനയ, നീ ഇവരോടൊപ്പം അവിടേക്ക് പോണം. വൈദേഹിയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ശരിയാ ചേട്ടാ? എന്നാ ചെല്ല്. വാ വൈദേഹി. ഈ അവസ്ഥയിൽ നീ എത്രമാത്രം സൂക്ഷിക്കണമെന്നറിയോ? വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള ചിന്ത പോലും നിനക്കില്ലേ? എന്റെ കുഞ്ഞു പറഞ്ഞ കാര്യം ഞാൻ ഗൗരവമായിട്ട് എടുക്കണ്ടേ ഡോക്ടർ? എന്റെ ദേവേട്ടനെ രക്ഷപ്പെടുത്താൻ ദേവേട്ടൻ ആ ഗ്രാമത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ എന്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. എന്നാലും ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ മുറിവേ ഉള്ളൂ. 3-4 ദിവസം റെസ്റ്റ് എടുത്താ എല്ലാം പെട്ടെന്ന് ശരിയായിക്കോളും. ഡോക്ടർ, പറയൂ വൈദേഹി. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കാമോ? പറഞ്ഞോ, എന്താ ഞാൻ ചെയ്യണ്ടേ? എന്റെ ദേവേട്ടനോട് 4-5 ദിവസത്തേക്ക് മറ്റെവിടേക്കും പോവാതെ എന്റെ കൂടെ നിന്ന് എന്നെ നല്ലോണം നോക്കിക്കോണെന്ന് ഒന്ന് പറയോ? 4-5 ദിവസോ? നിന്റെ ദേവേട്ടൻ നിന്നെ അല്ലെങ്കിൽ തന്നെ പൊന്നുപോലെയല്ലേ നോക്കുന്നേ? നോക്കുന്നുണ്ട് ഡോക്ടർ. പക്ഷേ ഈ 4-5 ദിവസം എന്റെ അടുത്തുനിന്ന് മാറാതെ മറ്റെവിടെയും പോവാതെ എന്റെ കൂടെ നിന്നെന്നെ നോക്കണം. എനിക്ക് മനസ്സിലായി. ചെറിയൊരു പരിക്ക് പറ്റിയതും പേടി തോന്നിയല്ലേ? അതെന്തായാലും നന്നായി. ആ പേടിയുണ്ടെങ്കിൽ നീയും ശ്രദ്ധിക്കും. അത് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത്. 4-5 ദിവസം മാത്രമല്ല, ഇനി 10 ദിവസം നിന്നെ നേലം തൊടാതെ പൊന്നുപോലെ നോക്കിക്കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞോളാം. താങ്ക്സ് ഡോക്ടർ. ഞാനിത് നീ ചോദിച്ചതുകൊണ്ടല്ല പറയുന്നേ. നിനക്കിപ്പോ കൂടെ ഒരാള് വേണം. ഈ മുറിവ് കുറച്ചുകൂടെ ആഴത്തിലായിരുന്നെങ്കിൽ എന്തായേനെ? ഞരമ്പോ മറ്റോ മുറിഞ്ഞു പോയിരുന്നെങ്കിലും. ഇതിപ്പോ ചെറിയ മുറിവാണെന്ന് തോന്നുമെങ്കിലും നീ ഇപ്പൊ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാ. അല്ലേത് എങ്ങനെ ഈ മുറിവുണ്ടായേ? താഴെ വീണാൽ ഇങ്ങനെയല്ലല്ലോ മുറിയ. അയ്യോ അതെ ഡോക്ടർ, താഴെ വീണത് തന്നെയാ. ആയിക്കോട്ടെ, ഇനി നീ സൂക്ഷിക്കണം. ദേവേട്ടനോടൊന്ന് പറയണേ, മറക്കല്ലേ ഡോക്ടറെ? ശരി, ഞാൻ ദേവനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. മിസ്റ്റർ ദേവൻ. ഡോക്ടർ, വൈദേഹിക്ക് എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 10 ദിവസം അവളുടെ കൂടെ തന്നെ നിന്ന് ശ്രദ്ധിക്കണം. ശരിക്കും അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുഴപ്പമില്ലെങ്കിലും അവള് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി അവൾ ഒരുപാട് നേരം നിൽക്കരുത്. നടക്കാനും ബുദ്ധിമുട്ട് കാണും. വീണ്ടും ബോധം കെട്ട് താഴെ വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവുന്നത്ര ബെഡ് റെസ്റ്റ് കഴിയുന്നത് തന്നെയാ നല്ലത്. ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ നേരത്തെ പറഞ്ഞത് നന്നായി. അവളെക്കാളും എനിക്ക് മറ്റൊന്നും വലുതല്ല. ശരി, ദേവൻ ഈ മെഡിസിൻ ഒന്ന് വാങ്ങണേ. ശരി ഡോക്ടറെ. ഓക്കെ ഓക്കെ. വൈദേഹി വിഷമിക്കണ്ട. റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദേവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീ സൂക്ഷിക്കണം. മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. സമയത്ത് കഴിച്ചോളണം. ഓക്കെ? ശരി ഡോക്ടറെ. എന്തു പറ്റിയടാ? വയറുവേദനയാണോ? വയറുവേദന അല്ലമ്മേ, വയറ് കത്തുന്നു. വിശന്നിട്ടാ അമ്മേ. എനിക്കും അങ്ങനെ തന്നെയാടാ. ഇന്ന് കാലത്ത് പോലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. വയറ്റിനകത്ത് എലിയും പല്ലിയൊക്കെ ഓടി നടക്കുന്ന പോലെ. 2 നേരം കഴിച്ചില്ലെങ്കിൽ ഇതാ അവസ്ഥയെങ്കിൽ ഇനി 10 ദിവസം എന്ന് പറഞ്ഞാ എങ്ങനെ സഹിക്കൂടാ? നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു നേരം കഴിക്കാൻ ഇത്തിരി വൈകിയ ബഹളം വെക്കുന്നവനല്ലേ? എന്തോ ധൈര്യത്തില് കുറച്ചു മുമ്പ് എന്തൊക്കെയോ പറഞ്ഞു. അതൊന്നും നമുക്ക് ശരിയാവില്ലമ്മേ. അതൊക്കെ ഭീമന് മാത്രമേ പറ്റുള്ളൂ. പുരാണത്തിലെ കഥകളല്ലേ അത്. ഇനി എനിക്ക് ഈ വിശപ്പ് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൊല്ലാൻ പോവാണെന്ന് ചോദിച്ചപ്പോ അതിലും വലിയ ശിക്ഷയാണെന്ന് പറഞ്ഞത് ഇതായിരിക്കുമല്ലേ? ഇങ്ങനെ കഴിക്കാനും കുടിക്കാനും ഒന്നും തരാതെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനായിരുന്നോ അവൻ അപ്പ അങ്ങനെ പറഞ്ഞേ? ഇതിലും ഭേദം മരിക്കുന്നായിരുന്നു.
അമ്മേ, നമ്മൾ ഇപ്പോഴേ അങ്ങ് തളരരുത്. അപ്പൊ വിശപ്പ് നമ്മളെ വല്ലാതെ അങ്ങ് കീഴ്പ്പെടുത്തി കളയും. കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ. വെള്ളോ? അതെവിടെ ഉണ്ടെന്നാ നീ പറയുന്നേ? ഒരിറ്റ് വെള്ളം പോലും കുടിക്കാൻ തരില്ലെന്നല്ലേ പറഞ്ഞേ? ഈ 4 ചുവരുകൾക്കുള്ളിൽ വെള്ളം പോലും ഇല്ലാണ്ട് ജീവനോടെ കൊല്ലാൻ പറ്റുമെന്ന് തെളിയിക്കുക. കുടിവെള്ളം ഇല്ലെങ്കിൽ വേണ്ട, ജീവിക്കാൻ ബാത്റൂമിലുള്ള വെള്ളം മതി. ബാത്റൂമിലെ വെള്ളം? പിന്നല്ലാണ്ട് നമുക്കിവിടെ മിനറൽ വാട്ടർ കൊണ്ടുവന്ന് തരോ? എനിക്കിനി സഹിക്കാൻ പറ്റില്ല. എടാ എടാ എടാ, ബാത്റൂമിലെ വെള്ളം ഒന്നും കുടിക്കരുത്. ഇവന്റെ കാര്യം പറഞ്ഞ അനുസരണ ഇല്ലാത്തവൻ. അമ്മേ, എടാ എടാ എടാ. അമ്മേ അമ്മേ, കുടിക്ക്. അയ്യേ, എനിക്ക് വേണ്ട. ബാത്റൂമിലെ വെള്ളം ഞാൻ കുടിക്കില്ല. അമ്മയുടെ ഇഷ്ടം. പിന്നൊരു കാര്യം, വാക്ക് തെറ്റിക്കില്ലേ? ഇനി വെള്ളം തൊട്ട് എനിക്ക് ദേഷ്യം വരുവേ. അവൻ പറഞ്ഞ പോലെ ബാത്റൂമിലേക്ക് വരുന്ന വെള്ളവും കട്ട് ചെയ്ത് കളഞ്ഞു. എന്നുവെച്ചാ ഇപ്പൊ ബാത്റൂമിൽ വെള്ളം വരുന്നില്ലെന്നാണോടാ? ഇത്രയും നേരം ഞാൻ പിന്നെ എന്താ പറഞ്ഞ അമ്മേ? വെള്ളം തരില്ല എന്ന് പറഞ്ഞപ്പോ കുടിവെള്ളം മാത്രമാണെന്നാ ഞാൻ വിചാരിച്ചേ. ബാത്റൂമിലെ വെള്ളവും കട്ട് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല. ഇപ്പൊ കുളിക്കാൻ നമ്മൾ എന്ത് ചെയ്യോടാ? അയ്യോ, ഇവിടെ കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ് കരയുമ്പോഴാ കുളിക്കാൻ വെള്ളം. വരുണേ, നമ്മൾ എന്താടാ ചെയ്യാ? എങ്ങനെയാ നമ്മൾ ഇവിടുന്ന് പുറത്ത് കിടക്കുക? സാരമില്ല, ആദ്യ വെള്ളം ഇങ്ങതാ. ഇപ്പോഴല്ലേ അയ്യേ ചീന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞേ. അത് വേണ്ട. എടാ എടാ, അറിയാതെ പറഞ്ഞു പോയതാടാ. എന്തെങ്കിലും കുടിക്കാതെ പറ്റില്ലല്ലോ, തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി. ഇങ്ങത്താ. അത് വേണ്ടമ്മേ, ബാത്റൂമിലുള്ള വെള്ളം അമ്മയ്ക്ക് ശരിയാവില്ല. വരണേ, ആ വെള്ളം നീ മാത്രം കുടിച്ച് നീ രക്ഷപ്പെട്ട് ഞാൻ മരിച്ചു പോട്ടെന്നുള്ള വിചാരാണോ? തൊണ്ടയെല്ലാം വരണ്ട ഉണങ്ങിപ്പോയടാ. ഒരു 4 തുള്ളി വെള്ളം താടാ, പെട്ടെന്ന് എടുക്ക്. 4 തുള്ളി മാത്രം? ഓക്കെ, കയ്യാണിച്ചേ കാണിക്കേ. 1 2 3 4 കുടിച്ചോ. എടാ, എന്തെന്നാടാ ഇത്? കുടിക്കമ്മേ, താഴെ കളയല്ലേ. കുടി കുടി കുടിക്ക്. എടാ, തുള്ളിന്ന് പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. ദാഹിച്ചിട്ട് വയ്യടാ, അതിങ്ങ് എടുക്കടാ. അതേ തൊട്ട് കളിക്കല്ലേ. മഹാഭാരതത്തിലെ കഥ പറഞ്ഞ് മറന്നുപോയോ? ശകുനിയുടെ പ്രതികാര ദാഹമൊക്കെ. അതില് ശകുനി ഓരോ വറ്റ അന്നമായിട്ട് ചേർത്ത് വെച്ച് ദിവസം ഓരോന്ന് കഴിച്ച് 16 വർഷം ജീവിച്ചെങ്കിൽ നമുക്ക് ദിവസവും 4 തുള്ളി വെള്ളം എടുത്ത് ചുണ്ട് നനച്ച് 10 ദിവസം ജീവിച്ചുകൂടെ അമ്മേ? ഇത് ബാത്റൂമിലെ വെള്ളം അല്ല, നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട അമൃത. ഇങ്ങെടുക്കടാ. വേണ്ട വേണ്ട അമ്മേ, അമ്മേ. ദൈവമേ, അയ്യോ. നമസ്കാരം. നമസ്കാരം തമ്പുരാട്ടി. എല്ലാരും സുഖായിരിക്കുന്നു? തമ്പുരാട്ടി. തമ്പുരാട്ടി, ഞങ്ങളുടെ തമ്പുരാൻ വന്നില്ലേ? വന്നില്ല സോമശേഖര. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാ വരാഞ്ഞ്. അപ്പൊ വരില്ലേ? ഈ കൊല്ലം ഞങ്ങളുടെ തമ്പുരാൻ വന്നില്ലെങ്കിൽ തുടക്കത്തിലെ അപശകുനാണല്ലോ. അങ്ങനെ പറയില്ലേ സോമശേഖര. ദൈവം വന്നില്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതെ സോമശേഖര, ദേവനെ പോലെ തന്നെ ഞങ്ങൾക്കും വരാനുള്ള അവസ്ഥയായിരുന്നില്ല. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും ഈ രാജകുടുംബം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ ഞങ്ങൾ എല്ലാവരും വന്നത്. നിങ്ങളുടെ തമ്പുരാനിപ്പോ എവിടെയുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക. നിങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ല. സന്തോഷമായിട്ട് കാർഷികോത്സവം തുടങ്ങാം. അത് നിങ്ങളാരും പറഞ്ഞിട്ടല്ല ഞങ്ങൾ അറിയേണ്ടത്. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ രാജകുടുംബം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊന്നും തലമുറകൾ കഴിഞ്ഞാലും ഞങ്ങൾ മറക്കില്ല. സത്യമാണ്. പക്ഷേ സഹായത്തേക്കാൾ കൂടുതൽ വിശ്വാസമാണ് വലുത്. ഭൂമിദേവിക്ക് ആകാശത്തെയാണ് വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളുടെ തമ്പുരാനോടാണ്.
ഈ 5 ദിവസവും ഞാറ്റുവേല എങ്ങനെ ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ വർഷത്തെ വിളവെടുപ്പ് എത്രത്തോളം നന്നാവുമെന്ന വസ്തുത. ഞാറ് മുളച്ചാലല്ലേ വിളവ് നന്നായി വരികയുള്ളൂ. ഇത് പരമ്പരാഗതമായിട്ടുള്ള ആചാരമാണ്. നമ്മുടെ തമ്പുരാന്റെ കൈകൊണ്ട് ആദ്യത്തെ ഞാറുനടൽ നടത്തിയാൽ ആ വർഷത്തെ വിളവും കൂടും, ധാന്യങ്ങളും കൂടും. ആ വർഷം മുഴുവൻ ഞങ്ങളുടെ ജീവിതവും ആഘോഷമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നത് ധാന്യമല്ല, മണ്ണാണ്. വിഷമിക്കേണ്ട സോമശേഖര, ഒന്നും സംഭവിക്കില്ല. കൃഷി ഇറക്കൽ ഭംഗിയായി നടക്കണം. ഞങ്ങൾക്ക് വിശ്വാസമില്ല വല്യമ്പുരാട്ടി. ഏതോ ഒരു കൊല്ലം വല്യമ്പുരാൻ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് കാർഷികോത്സവത്തിന് വരാണ്ടിരുന്നു. ആ വർഷം എന്താ ഉണ്ടായെന്ന് വെച്ചാ വിളവ് മൊത്തം നാശമായി പോയി. സത്യാണ്, ആ വർഷം ഉണ്ടായ നഷ്ടം ഇതുവരെ നികത്താൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും ഒരു ദുസ്വപ്നം പോലെയാ ഞങ്ങൾക്കെല്ലാം. വീണ്ടും അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അതേ അപശകുനം തന്നെ. അവിടെ എന്തോ പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ തമ്പ്രാൻ വന്നില്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ തലയിലെടുത്ത് ശരിയല്ലെന്നാ. ഈ വർഷം വിളയില്ല. തുടക്കത്തിൽ തന്നെ ആശകൾ നിർമൂല്യമായിരിക്കുന്നു. എടാ ഇങ്ങിതാ, ആ ധാന്യം ഇങ്ങിതാ. വാസുദേവ, ഇത് അന്ധവിശ്വാസമല്ല വല്യമ്പുരാട്ടി. ഞങ്ങളുടെ അനുഭവങ്ങൾ തന്ന പാഠമാണ്. ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളുടെ അടുത്ത് വരാത്തപ്പോ ഈ വിത്ത് വിതയ്ക്കലും കാർഷികോത്സവം ഒന്നും ഇവിടെ നടക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ പോവാ. വാടാ എല്ലാരും, വാ. വാസുദേവ നിക്ക്. എന്താ എന്തോമ്മ ഇങ്ങനെ ആയിപ്പോയെ? ഇനി നമ്മൾ എന്താ ചെയ്യാ? അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ നമ്മൾ വന്നത്. പക്ഷേ അവരുടെ വിശ്വാസം ഇതല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം വന്നില്ലെങ്കിൽ കാർഷികോത്സവം നടക്കില്ലല്ലോ. കാത്തു സൂക്ഷിച്ചു വെച്ച ധാന്യങ്ങൾ അവരോട് വലിച്ചെറിഞ്ഞിട്ട് പോയെങ്കിൽ അത് തന്നെയല്ലേ അതിന്റെ അർത്ഥം. ഇപ്പൊ എങ്ങനെയുണ്ട് വൈദേഹി? ഇപ്പൊ കുഴപ്പമില്ല ദേവേട്ടാ. നിനക്ക് ഡോക്ടർ എന്ന ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെ കാരണം ഇപ്പൊ വേദന എടുക്കാത്തത്. നീ അധികം അനങ്ങാൻ പാടില്ല. ഒരുപാട് സ്ട്രെയിൻ ഉള്ള ഒരു കാര്യം ചെയ്യണ്ട. അത് ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞതാണേ. എന്താ വേണ്ടെന്ന് പറഞ്ഞ അത് നിന്റെ കൺമുമ്പിൽ എത്തിയിരിക്കും. നീ ഇനി ഒത്തിരി നേരം നിന്നാലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാലും തലകറങ്ങി വീഴാൻ സാധ്യതയുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. അതുകൊണ്ട് നീ ഇനി ബെഡ്റൂം വിട്ട് എവിടേക്കും പോകുന്നില്ല. ദേ മനസ്സിലായല്ലോ? എന്നോട് ക്ഷമിക്കൂ ദേവേട്ടാ. അതെന്തിനാ? ഞാനൊരു നുണ പറഞ്ഞു. ഇതെല്ലാം ഞാൻ കാരണമല്ലേ ദേവേട്ടാ? നിന്നേക്കാളും മറ്റൊന്നും എനിക്ക് വലുതല്ല വൈദേഹി. എന്നേക്കാളും അധികം നീയാണ് എനിക്ക് വലുത്. ദേവേട്ടാ. അതെ മോളെ. അവിടെ നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അങ്ങോട്ട് ചെല്ലാൻ കഴിയാഞ്ഞതിന്റെ വിഷമമുണ്ട്. ഇപ്പൊ അതും എന്റെ മനസ്സിലില്ല. അമ്മയേട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അവരതെല്ലാം നന്നായിട്ട് നോക്കിക്കോളും. അതുകൊണ്ട് ഇനി ടെൻഷനൊന്നും അടിക്കണ്ട. അവര് വരുന്നത് വരെ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കേട്ടല്ലോ വൈദേഹി? ശരി ദേവേട്ടാ. ഞാൻ ചെന്ന് നിനക്കുള്ള മരുന്നും ജ്യൂസൊക്കെ എടുത്തോണ്ട് വരാം കേട്ടോ. ആ അമ്മേ. മോനെ ദേവാ, വൈദേഹിക്ക് എങ്ങനെയുണ്ട്? ഞങ്ങള് വീട്ടിലെത്തിയമ്മേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തു പറയാനാ, ഒരു 10 ദിവസത്തേക്ക് ബെഡ്റൂം വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞേ. ആണോ മോനെ? മോനെ ദേവാ. എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല മോനെ. പറയമ്മേ, എന്താ പറ്റിയേ? ഇവിടേക്ക് വന്ന് രാജകുടുംബത്തിലെ ആൾക്കാരായിട്ട് ഇവരെ ആശ്വസിപ്പിക്കാന്നാ കരുതി. പക്ഷെ നടന്നില്ല. അവരൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. എന്ത് ചെയ്യാനാ? അവരുടെ വിശ്വാസം അവരുടെ തമ്പ്രാനില്ല. അതിവിടെ വന്ന ശേഷം നമുക്ക് മനസ്സിലായത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അതെ മോനെ, നിന്റെ കൈകൊണ്ട് കൊടുക്കുന്ന നവധാന്യങ്ങളാ അവരാദ്യത്തെ ഞാറ്റുവേലയ്ക്ക് ഉപയോഗിക്കാം. അത് നടക്കാത്തോണ്ട് ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കാം മോനെ ഇവര്.
ഇവരെയൊക്കെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അത് വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. പക്ഷെ ഇപ്പൊ എല്ലാം തലകീഴ് മറിഞ്ഞു. അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ മോനൊരു കാര്യം ചെയ്യണം. ഇന്ന് രാത്രി തന്നെ ആ കാശുമായി നീ ഇവിടേക്ക് വന്നേ പറ്റൂ. ഞാൻ വന്നോളാമേ. അവരുടെ വിശ്വാസം തകർക്കാൻ പാടില്ല. പിന്നെ അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കിട്ടുകയും വേണം. ആ കാശ് എവിടെയുണ്ടെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. എടാ വരണേ. മിണ്ടരുതമ്മേ. എടാ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് താഴെ വീണ വെള്ളം തിരിച്ചു കിട്ടു. ഇനി എന്താ ചെയ്യാ, എങ്ങനെ പുറത്തു കിടക്കാന്ന് ചിന്തിക്കടാ. വെറുതെ ആ കാശ് എടുത്തു വെച്ച് ജീവൻ അപകടത്തിലാക്കി. അത് വെറുതെ ഒന്നും അല്ലമ്മേ, അതാണ് ഏറ്റവും ആവശ്യം. അത് വെറും കാശല്ലെന്ന കാര്യം അമ്മയ്ക്ക് അറിയാലോ. ഗ്രാമത്തിലെ പ്രജകൾക്ക് ദേവനോടും ഈ കുടുംബത്തോടുമുള്ള വിശ്വാസം തകർക്കാനുള്ള ആയുധമാ. അതൊക്കെ അവിടെ നിക്കട്ടടാ. ആദ്യം നമ്മൾ മരിക്കാതെ പുറത്തു കിടക്കണ്ടേ? അതിനെന്താ വഴിയെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കടാ. അതാ ഞാനും ആലോചിക്കുന്നേ. എന്ത് നട ഈ നേരത്തെ ഒരു ഫോൺ? ആരെങ്കിലും വിളിക്കാനാണോ? അല്ലമ്മേ, ആർക്ക് ഫോൺ ചെയ്താലും ദേവനെ മറികടന്ന് നമ്മളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. പിന്നെ എന്താ നീ നോക്കുന്നേ? നമ്മൾ എന്തെങ്കിലും ഓൺലൈനിൽ കൂടി മേടിച്ച വിൻഡോ ഡെലിവറി ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും പക്ഷെ പ്രാബല്യത്തിൽ വന്നിട്ടില്ലല്ലോ. ഭാവി ചിലപ്പോ വന്നേക്കാം. അവര് ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാനൊന്ന് ശ്രമിച്ചൂടെ? കൂട്ടുകാരനെ ഫോൺ ചെയ്യാം, അവനെന്തെങ്കിലും അറേഞ്ച് ചെയ്യും. എന്നാ പിന്നെ ആലോചിക്കുന്ന എന്തിനാ? പെട്ടെന്ന് അതങ്ങ് ചെയ്തൂടെ? വയർ നിറച്ച് കഴിക്കാൻ വല്ല ഓർഡർ ചെയ്യാൻ പറ. ആരെങ്കിലും നീ ഫോണിൽ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞ. അപ്പോഴേക്കും അതും കേട്ടോ. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടൂടെ? കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും തരില്ലെങ്കിൽ ഞങ്ങൾ ചത്താലും നിനക്ക് കുഴപ്പമില്ലെന്നാ? കുറച്ച് വെള്ളമെങ്കിലും എടുത്തതാ. ആ കാശ് എവിടെ ഒളിപ്പിച്ചതെന്ന് പറ. ഒരു സദ്യ തന്നെ നിങ്ങൾക്ക് ഒരുക്കാം. വെറുതെ വാശി പിടിക്കണ്ട. കാശ് എവിടെ വെച്ചിരിക്കുന്നതെന്ന് പറ. അതൊക്കെ ചെലവായെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെയും ചോദിക്കുന്ന കൊണ്ട് എന്താ പ്രയോജനം? നീ തലകുത്തിന്നല്ല കാശ് കിട്ടാൻ പോകുന്നില്ല. എടാ, നിന്റെ നാടകം എനിക്ക് മനസ്സിലാവും. കാശില്ലാന്ന് പറഞ്ഞ വിട്ടുകളയെന്ന് കരുതിയോ? രണ്ടാളും കൂടി ആ മുറിക്കകത്ത് സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിന്റെ തലതെറിച്ച ബുദ്ധിക്ക് എന്തെങ്കിലും ഒരു വഴിക്ക് ഒപ്പിച്ച് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകാന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കും സമയമില്ല, നിനക്ക് ഞാൻ സമയം തരാൻ പോകുന്നില്ല. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് നീ അടിച്ചു മാറ്റിയ പണം എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. മറിച്ചാണെങ്കിൽ ഈ മുറിക്കകത്ത് കിടന്ന അമ്മയും മോനും ചത്ത് ചെയ്യും. പിന്നെ ഇതെപ്പോഴും പറയുന്ന പോലെയല്ല, ഇത്തവണ പറഞ്ഞതുപോലെയാ. നീ വിചാരിച്ചത് സാധിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ നിനക്ക് മടിയൊന്നുമില്ലല്ലോ. അപ്പൊ പാവം കർഷകരെ സഹായിക്കാൻ തടസ്സം നിൽക്കുന്ന നിന്നെ പോലുള്ളവർക്ക് അറുതി വരുത്താൻ ഞാനും എന്തിനും തയ്യാറാ. മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. ദേവിട്ടാ, ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നേ ദേവിട്ടാ. എന്താ? എന്താടാ? വൈകുന്നേരത്തിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളയുന്നല്ലേ അവൻ പറഞ്ഞതിന്റെ അർത്ഥം. വേറെ ഒരു വഴിയില്ലടാ, പറഞ്ഞേക്കടാ. കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കമേ. വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. ആർക്കറിയാം, അതിനോടകം രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി തെളിയാണെങ്കിലോ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. നീ എന്തിനാ എന്നെ അവിടെ നിന്ന് വലിച്ചോണ്ട് വന്നേ? ഒരു കാര്യമുണ്ട്. അവരെന്താ പറഞ്ഞേ? കാശ് എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞോ? എങ്ങനെയെങ്കിലും ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവര്. പക്ഷെ ഇരുട്ടുന്നതിന് മുമ്പ് ആ കാശ് എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. വിഷമിക്കാതിരിക്കു ദേവേട്ടാ. ആ കാശ് ഗ്രാമത്തിലുള്ളവരുടെ അടുത്ത് തന്നെ എത്തിക്കോളും. എനിക്ക് വിശ്വാസം ഉണ്ട് ദേവേട്ടാ. ശരി, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ചെന്ന് കിടക്കാൻ നോക്ക്. നിനക്ക് വിശ്രമം ആവശ്യമല്ലേ? ഞാൻ ജ്യൂസ് എടുത്തു തരാം. ആ കാശ് എവിടെയുണ്ടെന്ന് എനിക്കറിയാം ദേവേട്ടാ. പക്ഷെ ഇപ്പൊ ഞാനത് പറഞ്ഞ ദേവേട്ടൻ അതും എടുത്തോണ്ട് ഗ്രാമത്തിലേക്ക് പോവും. ദേവേട്ടൻ പോവാൻ പാടില്ല. അത് കർഷകരുടെ കയ്യിലെത്തിക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നീ വാ വൈദേ, വാ. നീ വൈദേഹി, വൈദേഹി, ഈ ജ്യൂസ് കുടിക്കേ. ദേവേട്ടാ, അമ്മ അവിടെ ചെന്നിട്ട് വിളിച്ചായിരുന്നോ? അവരൊക്കെ അവിടെ എത്തിയോ? അവരൊക്കെ അവിടെ എത്തി. നീ ആദ്യം ഈ ജ്യൂസ് കുടിച്ചിട്ട് സംസാരിച്ചാ മതി.
ഈ ഗ്ലാസ് പിടിച്ച് ഞാൻ ടാബ്ലറ്റ്സ് എടുക്കാം. നീ ഇനി നല്ലോണം ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ദേ ഈ മുറി വിട്ട് പുറത്തിറങ്ങാൻ പോലും ശ്രമിക്കരുത്, കേട്ടല്ലോ? ഉം. എന്നാ നീ കിടന്നോ, ഞാനിപ്പോ